ശബരിമലയിലെ പഴയ സ്വർണ്ണപ്പാളി എവിടെ പോയെന്നറിയില്ലെന്ന് പുതിയ വാതിൽ നിർമ്മിച്ച ശില്പി എളവള്ളി നന്ദൻ. പഴയ സ്വർണം പൂശിയ വാതിലിൽ നിന്ന് സ്വർണ്ണപ്പൂട്ട് മാത്രമാണ് എടുത്തത്. ബാക്കി സ്വർണ്ണപ്പാളി എന്ത് ചെയ്തുവെന്ന് തനിക്ക് അറിയില്ല. എളവള്ളിയിൽ വെച്ച് വാതിൽ നിർമ്മിക്കാമെന്ന് അറിയിച്ചിട്ടും ബംഗളൂരുവിൽ നിർമ്മാണം നടത്തണമെന്ന് നിർദ്ദേശിച്ചത് പോറ്റിയാണെന്നും എളവള്ളി നന്ദൻ പ്രതികരിച്ചു. വിവാദങ്ങൾക്ക് ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റി വീണ്ടും വിളിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആദ്യഘട്ടത്തിൽ വിളിച്ച പോറ്റി വാതിലിൽ ചെമ്പ് തകിട് പിടിപ്പിച്ചിരുന്നോ എന്ന് ചോദിച്ചു. മാധ്യമങ്ങളെ കണ്ട കഴിഞ്ഞ ഞായറാഴ്ച രാത്രി വീണ്ടും പോറ്റി വിളിച്ചു. വാതിലിൽ മുള്ളാണി തറച്ചിരുന്നോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചതെന്നും മറ്റ് പ്രശ്നങ്ങളില്ലെന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തുവെന്നും എളവള്ളി നന്ദൻ പ്രതികരിച്ചു. പഴയ വാതിൽ ഊരിയിട്ട് അതിൻ്റെ അളവൊക്കെ എടുത്തിട്ടാണ് നമ്മൾ പുതിയ വാതിലുണ്ടാക്കിയത്. ആ പഴയ വാതിലിൻ്റെ ലോക്ക് മാത്രം പുതിയ വാതിലിലേക്ക് വെച്ചിട്ടുള്ളൂ. എന്നിട്ട് ഡോർ അവിടെ ഊരി കൊടുത്തു. ബാക്കി എന്താ ചെയ്തതെന്ന് എനിക്കറിയില്ല. ഡോറ് നമ്മൾ മരം എടുത്ത് തൃശ്ശൂരിൽ നിന്നാണ്. പിന്നെ പണി ചെയ്തത് ബാംഗ്ലൂരുള്ള ശ്രീരാമപുരത്ത് അമ്പലത്തിൽ വെച്ചിട്ടാണ്. അതിപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോയിട്ട് പറഞ്ഞിട്ടാണ് അവിടെ ചെയ്യണമെന്ന്. സാധാരണ നമ്മളിവിടെ വെച്ച് ചെയ്യാറുണ്ട്. അത്രയ്ക്കുള്ള കാര്യമുള്ളത്. അവിടെ നിന്ന് കൃത്യ അളവെടുത്ത് കൊണ്ടെന്നുള്ളതാണ് നമുക്ക് ഇവിടെ വെച്ച് ചെയ്യാവുന്നതുള്ളൂ. അത് ഫസ്റ്റ് ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ഈ ദ്വാരപാലക ശില്പത്തിൻ്റെ വിഷയം വരണേൻ്റെ ഒരു 4 ദിവസം മുമ്പ് എന്നെ വിളിച്ചിരുന്നു. ഇങ്ങനെ ശബരിമല ഡോറിൻ്റെ അടിയിൽ സ്വർണ്ണവാതിൻ്റെ അടിയിൽ ചെമ്പിൻ്റെ ഒരു പാളി വെച്ചിട്ടുണ്ടോ എലി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ടാണ് ചോദിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഡോർ വെച്ചതിന് ശേഷം പിന്നെ എനിക്ക് ഡോറായിട്ട് ബന്ധമൊന്നുമില്ല. അന്ന് ഇത് ഞാൻ ചാനലിൽ പറഞ്ഞതിന് ശേഷം കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ തോന്നുന്നു ചാനലിൽ വന്നത്. അന്ന് രാത്രി വീണ്ടും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നന്ദകുമാർ, അതിൽ അസ്വാഭാവികത ഒന്നുമില്ല, അതിൽ മുള്ളാണി അടിച്ചിട്ടുണ്ടോയെന്ന് ചോദിക്കാനാണ് ഞാൻ വിളിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു, തിരുമേനി വിളിച്ച കാര്യം പറയാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പറയാൻ ആൾ വെച്ചു.